സംബന്ധിച്ചുള്ള നല്ലൊരു വിഷയമായിരുന്നു. അതായത് നമ്മുടെ മക്കളെ അതവ് പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന മക്കളായി വളർത്തിയെടുക്കണം എന്ന ഗൗരവമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എല്ലാം കൊണ്ടും വളരെ പുരോഗതിയാണ്. ഇസ്ലാമത്തിലോ നോമ്പിലോ ഖുർആനോത്ത്, അതുപോലെ സ്വലാത്ത്, തസ്ബീഹ് എല്ലാം കൊണ്ടും പുരോഗമിച്ച കാലമാണ്. ഇൽമിന് ആർക്കും എന്ന് കുറവില്ല. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പല ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ വാത്, ദിക്കറാണെങ്കിൽ സുബൈക്ക് ദിക്കർ ചൊല്ലിക്കുന്ന ഉസ്താദുമാരുടെ, പിന്നെ മഗ്‌രിബിന് ശേഷം, പിന്നെ പാതിരാത്രി സമയത്ത്, ഉച്ചക്ക്, അസർക്ക് എല്ലാം ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അതിലൊക്കെയും മജ്‌ലിസുകളാണ്. ഇതൊക്കെ ആളുകൾ ഓരോന്നെടുത്ത് നോക്കിയാൽ 40,000 ആളുകൾ ദൈവമായിട്ട് കാണുന്നവർ, അസർക്ക് നോക്കിയാൽ 25,000 ആളുകൾ. കുറവൊന്നില്ല, ടോട്ടലായിട്ട് പറഞ്ഞ എല്ലാത്തിനും ആളുകൾ. പക്ഷെ ഇന്ന് ആകെ കുറഞ്ഞ ഒരു വിഷയം എന്താ അറിയോ? നമ്മുടെ മക്കളുടെ അഥവാണ്. നമ്മുടെ മക്കളുടെ അഥവാണ്. ഇരഞ്ഞ മട്ടത്തിൽ പോയാലും ജില്ലാ തലത്തിൽ പോയാലും അതുപോലെ എവിടെ പോയാലും നമ്മുടെ മക്കള് വാദ ചൊല്ലി പ്രസംഗിച്ച് പാട്ടുപാടി വൃതപാടി എല്ലാം ഫസ്റ്റും സെക്കൻഡും കോരി വാരി കൊണ്ടുവരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട ഒരു വിഷയമാണ് അഥവ് തോട്ടം. അതില്ലാത്ത കാലം ഇവിടെ പരിശുദ്ധമായ ദീനിന്റെ കൽപ്പനകൾ കൊത്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അഥവ് പഠിപ്പിക്കുകയും എന്ന വിഷയം. അഥവില്ലേ ഇല്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറകൾ, അതായത് അതിന്റെ ഇടയ്ക്ക് സ്കൂളിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഈ തലമുറ ആ തലമുറയെ നോക്കിയാൽ 3000 ചില്ലാന വൃന്ദാകേന്ദ്രങ്ങളാണ് ഉള്ളത്. വൃന്ദാകേന്ദ്രങ്ങൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് വരാൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ 130, എന്റെ ഓർമ്മ ശരിയാണ്, 130 വൃന്ദാകേന്ദ്രങ്ങളുള്ള നാടാണ് നമ്മുടെ കോട്ടയം ഭാഗത്തുള്ള പത്തനംതിട്ട. 130ഓളം വൃന്ദാകേന്ദ്രങ്ങളിൽ 3000 ചില്ലാന പ്രായമുള്ള ആളുകളുണ്ട്. ഉമ്മമാർക്കുമാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വിദ്യാഭ്യാസത്തിൽ പുരോഗതിയുള്ളതാണ്. എല്ലാവരും അച്ഛന്മാരും എല്ലാ മക്കളും എഞ്ചിനീയർമാർ, ഡോക്ടർമാർ എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പഠിപ്പിച്ച ഉപ്പയും ഉമ്മയും ഒരു കാലമാകുമ്പോ ഈ പഠിപ്പിച്ചതിന് പകരമായി മക്കൾ സമ്മാനിക്കുന്നതെന്നറിയോ? ശമ്പളം കിട്ടാൻ തുടങ്ങി ലക്ഷക്കണക്കിൽ, പൈസ വെക്കാൻ സ്ഥലമില്ല. അപ്പോ അവരുടെ സ്റ്റാൻഡേർഡ് കൂടുമ്പോ ഈ പ്രായമുള്ള പല്ലുപോയ ഉപ്പ, പിന്നെ മുറുക്ക് തിന്നുന്ന ഉമ്മ, നടക്കാൻ കഴിയാത്ത ഉമ്മ, അവർ നോക്കാൻ മക്കൾക്ക് താല്പര്യമില്ല. കൊണ്ടുപോയിട്ട് വിടാൻ മാസത്തിൽ ഒരു എമൗണ്ട് അവരെ കാര്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന ഉപ്പമാരും മക്കൾ. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം എന്താ? ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ട അദബുണ്ട്. ആ അദബ് നമ്മുടെ മക്കൾക്ക് വേണ്ടതുപോലെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഉപ്പ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ ആളുകൾ പണ്ട് കാലത്ത് ഉപ്പ വീടിന്റെ വരാന്തയിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ പോകാൻ പേടിച്ചിട്ട് ബാക്കിലൂടെ കയറിയിട്ട് ഒളിച്ചിട്ട് ഉമ്മാനെ നിന്നിട്ട് ഭക്ഷണം തിന്ന മക്കളുടെ ഈ സദസ്സിൽ. എന്റെ ഉപ്പ മാമായതുകൊണ്ടല്ല, ഉപ്പ സിംഹമായതുകൊണ്ടല്ല, അന്ന് പഠിപ്പിച്ച അദബാണ്. അന്ന് പഠിപ്പിച്ച അദബ് ഉപ്പ എന്ന് പറയുമ്പോൾ വളരെ ഒരു പേടി. ഇന്ന് എന്ത് ഏഴെന്റെ അദബില്ലാത്ത കാലമാണ്. എന്താ കാരണം? എല്ലാവരും മനസ്സിൽ നിന്ന് ദുനിയാവുണ്ടാക്കണം. പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും. എത്ര ആളുകളുണ്ട് ഇന്ന് ചുറ്റു പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ മക്കള് പ്രായപൂർത്തിയുള്ളവരാണ്. 9, 10, +1, +2 ഡിഗ്രി ഇതെല്ലാം പഠിക്കുന്ന മക്കളും നിസ്കാരം നിർബന്ധമായ മക്കളാണ്. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഗൗരവം കൊടുക്കാതെ ആ മക്കള് വേണ്ടതുപോലെ നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് പറഞ്ഞുവിടുന്ന ഉമ്മമാരില്ലേ? എന്റെ അവർക്ക് നിസ്കാരം നിർബന്ധമല്ലേ? എന്നിട്ട് വൈകുന്നേരം ആ മക്കളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മാന്റെ ആദ്യത്തെ ചോദ്യം തന്നെയോ? ആദ്യത്തെ ചോദ്യം, നീ നിസ്കരിച്ചിട്ടുണ്ടോ? നീ നിസ്കരിച്ചില്ല? അതുപോലെ പിന്നെ നീ ഡിഗ്രി കഴിച്ചില്ല? നീ സ്നാക്സ് തിന്നല? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. സ്നേഹം ദീനിന്റെ വിഷയത്തിലുള്ള സ്നേഹമില്ല. ഈ സ്നേഹം കൊടുത്തപ്പോഴാണ് ഒരു കാലത്ത് ആ മക്കള് നമ്മുടെ നെഞ്ഞിലേക്ക് ചവിട്ടാനും നമ്മളെ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് നമ്മളെ ആക്കി ഓടിക്കാനും ശ്രമിക്കുന്ന മക്കളാകുന്നത് അപ്പോഴാണ്. അള്ളാന്റെ ഓർമ്മയില്ല, ദീനില്ല, ഖുർആനില്ല, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇല്ല. നിസ്കാരത്തിന്റെ കാര്യം നാം അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് എത്ര ഉപ്പമാണ്. ഡിഗ്രി പഠിക്കുന്ന മക്കൾ ചോദിച്ചിട്ടുണ്ടാ നിസ്കരിച്ചിനോ? 2 മക്കളാണെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ ഒരാഴ്ച അവർക്ക് ലീവ് ഉണ്ടാവും.
അല്ലാത്ത ബാക്കിയുള്ള 22 ദിവസങ്ങൾ നിസ്കാരം നിർബന്ധമുള്ളതല്ലേ? നമ്മൾ ചോദിച്ചിട്ടുണ്ട നമുക്ക് അതിനൊരു ഇല്ല. നമുക്ക് നിസ്കരിച്ചാൽ എന്താ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ? പഠിച്ചിട്ടുണ്ടോ? എത്ര പ്ലസ് 1 ഉണ്ട്, എത്ര പ്ലസ് 2 ഉണ്ട്? ഇതിനാണ് നമ്മളൊക്കെ A+ നോക്കാനാണ് നമ്മുടെ മോനെ എത്ര A+ എടുത്തിട്ടുണ്ട്. എന്ത് കിട്ടാനാണ്? കിട്ടും ഒരു കാലത്ത് നമുക്ക് ഇതുപോലെ വൃദ്ധാക്യങ്ങളിൽ ഒരു കിടക്കയോ അല്ലെങ്കിൽ ഒരു തലങ്ങാനയോ കിട്ടും. ഈ മക്കൾ സമ്മാനമായി തരുന്നതാണ്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിട്ട് വൃദ്ധാക്യങ്ങളുടെ ജില്ലയാണ് നമ്മുടെ കാസർഗോഡ്. 30 ജില്ലകളും എല്ലാ നാടുകളിലും വ്യാപിച്ചു. ഇതിന്റെ കാലം അതവില്ലാത്ത കാലം. എവിടെ കഥവും ഇവിടെ മക്കൾക്കുണ്ടോ? പ്രായമുള്ള ആളുകൾ പോലും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ ബഹുമാനത്തോടെ ഇടിച്ചു നിൽക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്നാലോ നമ്മുടെ മക്കൾക്ക് പ്രായമുള്ള ആള്, മറക്കാൻ കഴിയാത്ത ആള്, അതെ ക്ഷീണിച്ച ആള്, അവരെ കാണുമ്പോൾ ഒരു കൂസലിക്കണം. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് അനുഭവിപ്പിച്ച ഉസ്താദ്, അല്ലെങ്കിൽ നമുക്ക് വിസ്മയിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദിനെ കണ്ടത് പേടിയായിരുന്നു, എന്തൊരു ബഹുമാനായിരുന്നു. അവരെ മുന്നിൽ നമ്മൾ നിൽക്കുമോ? അവരെ കാണുമ്പോൾ ഇരിക്കുമോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, മുന്നിൽ നിൽക്കാനും പേടിയാണ്. ഇന്നോ ഞങ്ങളെ മക്കളെ കാണുമ്പോൾ ഞമ്മ പേടിച്ചു പോകും. അതൊരവസ്ഥയാണ്. ഈ ചെറുപ്പകാലത്താണ് നമ്മുടെ മക്കൾക്ക് മാനവികത, മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലം. ഇന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമോ ജീവിതകാലം? എന്റെ പണ്ട് ചെറുതൊരു പാഞ്ചലിയുണ്ട്. ചെറുപ്പത്തിൽ പഠിച്ചതന്നെ അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്. പക്ഷെ അതിനപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തൊരവസ്ഥയാണ്! പരിശുദ്ധമായ ദീനിന്റെ വിദ്യാഭ്യാസങ്ങൾ, ദീനിന്റെ അറിവുകൾ നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. 8 പഠിച്ചപ്പോ മദീന തീരുമാനിച്ചു. 10 പഠിക്കുമ്പോ ആ 10 മദീന തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. എന്താ 10 പഠിച്ചതുകൊണ്ട്, 10ാം ക്ലാസ് പഠിച്ചതുകൊണ്ട് പഠനം തീരോ? നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉടാദങ്ങളുടെ വ്യക്തതൊക്കെ കാണാം. ദർസിൽ 33 കൊല്ലം പഠിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടും പിന്നെയും പഠിച്ചു 33 കൊല്ലം മദ്രസന്റെ പഠനം, പിന്നെ ദർസി പഠനം. മക്കൾ പഠിച്ചു. അവർക്ക് ഒരാള് പഠിച്ചവരെ കോളേജിൽ ബിരുദം കൊടുക്കുമ്പോ ആ ബിരുദം കൊടുക്കുന്ന സമയത്ത് ഒരു പ്രസംഗം ഉണ്ടാവും. ആ പ്രസംഗത്തിൽ ആരെങ്കിലോട് പറഞ്ഞെന്തറിയോ? മക്കള്, ഇത് നിങ്ങളുടെ പഠനത്തിന്റെ തുടക്ക ദിവസമാണ്. ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതുവരെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കോളേജിലും ക്ലാസും. ഇനി പഠിക്കാനുള്ള സമയമാണ്. നമുക്കോ 10ാം ക്ലാസ്സിൽ മദ്രസയിൽ പോയപ്പോ സ്റ്റോപ്പ്. അതെല്ലാം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇതിനെപ്പോ ഞാൻ പഠിക്കേണ്ടത് ഇല്ല. അഥവാ പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അരുതെന്ന് പറയുന്ന സ്വഭാവങ്ങൾ കടന്നുകൂടുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുകയും നല്ല ചങ്ങായിമാർ, നല്ല സ്വഭാവം, നല്ല രൂപത്തിലുള്ള ജീവിത ശൈലി നിങ്ങളുടെ മക്കളിൽ കാണാതെയാകുമ്പോ അത് തിരുത്തേണ്ടതും അതിനെ ഉപദേശിക്കേണ്ടതും ശകാരിക്കേണ്ടതും ഒരു ഉമ്മയുടെ കടപ്പാടാണ്. ഇന്നിവിടെ ഉമ്മയോട് പേര് വിളിച്ചിട്ടാണ് ഉമ്മ വിളിക്കുന്നത്. മക്കൾ വിളിക്കുന്ന ഉമ്മാന്റെ പേര് വിളിച്ചിട്ട്, ഉപ്പാന്റെ പേര് വിളിച്ചിട്ട്. ഏറ്റവും അധികം ഒരാൾ വയ്ക്കാത്ത കാലമാണ്. ജ്യേഷ്ഠന്റെ ഇച്ഛാന്ന് വിളിക്കുന്ന കാലം പോയി പേര് വിളിക്കാൻ പോട്ടെ. ടെസ്റ്റാണ് പേര് വിളിക്കാൻ. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു, 2 മഹാന്മാരാണ്. 2 മക്കളാണ്. അലി ഇബ്നു സ്വാലിഹിനെ പ്രസവിച്ച് 3 മിനിറ്റ് കഴിഞ്ഞ് പ്രസവിക്കപ്പെട്ട കുട്ടിയാണ് ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. 2 ജ്യേഷ്ഠായിരുന്നു. കൊല്ലത്തിന്റെ ഡിഫറൻസ് അല്ല, 3 മിനിറ്റിന്റെ. എന്നിട്ടോ ആ മഹാന്മാരുടെ ഉമ്മ ആ മക്കൾക്ക് കഥ പഠിപ്പിച്ചതാണ്. എന്താ പഠിപ്പിച്ചത്? മഹാനായ ഹസൻ ഇബ്നു സ്വാലിഹ് എന്ന അനിയനോട് പറഞ്ഞു, മോനെ, അനിയനല്ല, അത് നിന്റെ ജ്യേഷ്ഠനാണ് കേട്ടോ. ആ ജ്യേഷ്ഠനെന്നല്ലാതെ പേര് വിളിച്ച് ഒരിക്കലും നീ വിളിക്കാൻ പാടില്ല. ആ ജ്യേഷ്ഠന്റെ മുന്നിൽ നീ ഒരിക്കലും നടക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. മരിക്കുന്നതുവരെ ആ മഹാന്മാർ ജീവിച്ച നാട്ടുകാർ പറയുക, ഒരു ദിവസം പോലും അനിയന്റെ മുന്നിലോ അല്ലെങ്കിൽ അനിയ നടക്കുന്നതിനോടൊപ്പമോ ഹസന് നടക്കുന്നത് ഞമ്മ കണ്ടിട്ടില്ല. എന്റെ ബഹുമാനം അഥവാ ആര് പഠിപ്പിച്ചു? ഉമ്മ പഠിപ്പിച്ചു. ജ്യേഷ്ഠൻ എന്ന് വിളിച്ചില്ല, ആ പേര് വിളിച്ചില്ല. ജ്യേഷ്ഠൻ ഇച്ഛ, അല്ലെ നമ്മളെ വിളിക്കുന്ന ഇച്ഛ, ഇക്ക, അങ്ങനത്തെ ആദവോട് കൂടിയുള്ള വിളി, ബഹുമാനത്തോട് കൂടിയുള്ള വിളി. ഒരിക്കലും ഇച്ഛാന്റെ മുന്നിൽ നടന്നില്ല. ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. എന്താണ് അഥവാ ഇന്നോ എന്തിച്ഛ, എന്ത് ജ്യേഷ്ഠൻ, എന്റെ പേരാണ്, എന്റെ ബഹുമാനം, ഒരു ബഹുമാനവും ഇല്ലാത്ത കാലം. എന്റെ കാരണം അയ്യൊക്കെ കാരണം എന്താ? കാരണം മാതാപിതാക്കളാണ്.
മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്ത കിതാബിന്റെ അദബുൽ മുഫറദ് വെറും അദബ് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. ആ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാഹിയതു മിനല്ലാഹ്, അസ്സലാഹിയതു മിനല്ലാഹ്. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. സ്വയാക്കുന്നത് അല്ലാഹുവാണ്. പക്ഷേ മഹാനവരുകൾ പറഞ്ഞു, ആ മക്കൾക്ക് അതവ് പഠിപ്പിക്കേണ്ടത് അത് ഉമ്മാന്റെയും ഉപ്പാന്റെയും ബാധ്യതയാണ്. അതവ് പഠിപ്പിക്കൽ അത് ഉപ്പാന്റെ ഉമ്മാന്റെ ബാധ്യതയാണ്. നന്നാക്കുന്നതായാണ് അത് അല്ലാഹുവാണ്. അല്ലാഹുവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം അതവ് പഠിപ്പിക്കണം. ഇവിടെ പറഞ്ഞു, പരിപൂർണമായ സ്വാതന്ത്ര്യം ഒരു വിഷയത്തിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അല്ലെ, ഇത് നമ്മുടെ കലാലയങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന പ്ലസ്-1-ലും 2-ലും ഡിഗ്രിയിലും പഠിക്കുന്ന മക്കൾ, ആ പെണ്ണമക്കളുടെ കയ്യിൽ മൊബൈലാണ്. വലിയ സ്നേഹിച്ച പോലെയുള്ള മൊബൈൽ കൊടുത്തിട്ടാ നമ്മുടെ മക്കൾ പോവാ. എന്തിനോ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ബസ് കാക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ മൊബൈലിലൂടെ സംസാരിക്കണം. രണ്ട് മക്കൾ എന്തിനാ കൊണ്ടുപോകുന്നത്? ആരെ വാങ്ങി കൊടുത്തത്? ഉപ്പയാണ്. സ്ത്രീകൾ കൊടുത്തു. എന്നിട്ടോ ഈ സ്വാതന്ത്ര്യത്തെ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ അവർ ആ മൊബൈലിൽ ചാറ്റിങ്ങോ മറ്റും കഴിച്ചപ്പോ പിന്നെ ഒരു കാലത്ത് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ചാടിപ്പോയി. നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളെ കൂടെ ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ? ആരവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഉപ്പയാണ്. ഇതിന്റെ അടുത്ത് 2 ആഴ്ച മുമ്പ് നമ്മുടെ വട്ടുവാർ എന്ന് പറയുന്ന നാട്ടിൽ ചെറിയ 18 വയസ്സുണ്ട് പൂഞ്ഞാവുന്ന ഒരു ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ ഡിസൈൻ ബൈക്കിലൂടെ ഇങ്ങനെ കീരിപ്പാനി പോകുമ്പോ ആക്സിഡന്റ് ആയി പെട്ടെന്ന് മരിച്ചു പോയി. എന്നിട്ട് ഒരു 2-3 ദിവസം ആ ബൈക്കിന്റെ പുറത്തേക്ക് വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പറഞ്ഞാൽ ഉപ്പമാരോട് ചോദ്യം, എന്തിനാ ഉപ്പ നിങ്ങളെ മക്കളെ സ്വന്തം മരണക്കുണ്ടിലേക്ക് അയച്ചു വിട്ടത്? ഉപ്പയായ നിങ്ങളല്ലേ? ചെറിയ പ്രായത്തിൽ SLC പാസ്സായപ്പോ SLC തന്നെ മാർക്കെടുത്തപ്പോ സുബ്ഹാനല്ലാഹ് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഇറക്കേണ്ട മക്കളുടെ കയ്യിൽ നമ്മൾ ബൈക്ക് കൊടുത്തു. സ്നേഹത്തോടെ എന്തായി? ഇപ്പൊ ആ ഉപ്പ നിലവിളിക്കാം. ഉമ്മ കരയാം. കരച്ചിരിയോ? ഇത്രയും സ്നേഹത്തിൽ പോറ്റിയ ആ മകൻ ഒരു 18 വയസ്സാകുമ്പോ പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ മരിച്ചുപോയാൽ താങ്ങാൻ പറ്റുമോ? എന്താ ഫ്രീഡം കൊടുത്തു നമ്മൾ? എല്ലാ വിഷയത്തിലും നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, പാടില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് പറഞ്ഞു, പീടികളിൽ, അങ്ങാടികളിൽ, ബസാറുകളിൽ ഇഷ്ടം പോലെ അവരെ കലക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കേട്ടോ. ഭക്ഷണം കൊടുക്കുന്ന ഉപ്പാക്ക് ഓരെ നിയന്ത്രിക്കാൻ വേണ്ടിയില്ലെങ്കിൽ എന്തുപ്പയാണ് നമ്മുടെ കാലം എത്ര സുന്ദരമായി കഴിഞ്ഞു പോയി. കഴിഞ്ഞാൽ നിശ്ചയിച്ചവിടെ വീട്ടിലെത്തണം. ഇല്ലെങ്കിലോ ഭക്ഷണമില്ല, ഇല്ലെങ്കിലോ വീടിന്റെ വാതിൽ തുറക്കൂല. ഇന്നോ രാത്രി 12 മണിക്ക്, രാത്രി 2 മണിക്ക് ഓരോ ഇറങ്ങിയവരാൻ വീട്ടിലേക്ക് വരാൻ അതിനെ തുറക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്താ ഇന്നത്തെ കാലം? അന്നത്തെ കാലം ഇവൻ എന്ത് കഴിച്ചു വന്നു, ഇവൻ എന്ത് സേവിച്ചു വന്നു, എന്ത് രാജ്യം കഴിവപ്പെട്ടവരാണ് എന്നറിയാത്ത കാലം. ആ മക്കളെ സഹായിച്ചാൽ, ആ മക്കളെ ഭീഷണിപ്പെടുത്തിയാൽ ചിലപ്പോൾ കയ്യിലുള്ള 1000 കൊണ്ട് ഉപ്പയെ വിട്ടു ആ കാലം. എന്താണ് ഉണ്ടായത്? ചെറുപ്പത്തിൽ അതോ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ ആ മദ്രസയിൽ ഇറങ്ങി വരുന്ന സമയം, ആ സമയത്തിന് അതവ് നാം പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ ആ രൂപത്തിലാവുകയാണ്. അവർ ചെറിയ പ്രായത്തിൽ നിങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾ വളർത്തിയാൽ അവർ വലുതാവുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. അവരെത്ര വലുതായാലും ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളാകും, ഉപ്പയോട് അതവ് കാണിക്കുന്ന മക്കളാകും, ഉപ്പാനെ വെറുക്കുന്ന മക്കളാവൂല. എന്റെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മക്കളെ ആ രൂപത്തിൽ വളർത്തണം. അതില്ലെങ്കിലോ വലിയ അപകടമാണ്. നമ്മുടെ മക്കളുടെ മനസ്സ് പറയുന്നത് പോലെ ഞങ്ങൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് വലുതാണ്, കാണാൻ കഴിയാത്തതാണ്. ചിലപ്പോൾ അതിന്റെ പേര് ഞങ്ങൾ ഏതെങ്കിലും വൃദ്ധാകേന്ദ്രങ്ങളിൽ കഴിയേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായ അല്ലാഹു വളർത്തുമാറാകട്ടെ. എന്നും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു പ്രവർത്തനത്തിനും ഒരു അവസരവും ഇവിടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ചെറുപ്പത്തിൽ തന്നെ നിസ്കരിച്ച് ശീലിപ്പിക്കണം. അങ്ങനെയാ വേണ്ടത്. അങ്ങനെ ശീലിപ്പിച്ചാൽ വലുതാവുമ്പോ നമ്മുടെ മക്കളെ നിസ്കരിക്കാൻ പഠിക്കും. എവിടെയാ? മദ്രസയിൽ വരുന്നുണ്ട്, എല്ലാ ക്ലാസ്സിലും ഉണ്ട്. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കാണ്. നിസ്കാരത്തിന്റെ ഓരോ പഠിക്കുന്നുണ്ട്. പക്ഷെ പണിയിലാണില്ല. സ്കൂളില്ലാത്ത ദിവസം എത്ര മക്കളുണ്ട് ഇവിടെ? നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ ഓടിക്കളിക്കുന്നവർ, തെണ്ടിക്കളിക്കുന്നവർ. എന്തെങ്കിലും ഒരു ജമാഅത്തിന്റെ സമയമാകുമ്പോ പള്ളിയിൽ വരുന്ന മക്കളുണ്ടോ? ഇല്ല. എന്താ കാരണം? ഫ്രീഡമാണ്. നമ്മുടെ മക്കളെ ഇവിടെ വിട്ടുകൊടുത്തു. എപ്പോ പോയാലും നമ്മുടെ നാട്ടിലുള്ള ടർഫുകളിൽ നമ്മുടെ മക്കൾ ഇഷ്ടം പോലെ കളിക്കാനുണ്ടോ? ചെട്ടി വിട്ട് കളിക്കാൻ ഇഷ്ടം പോലെ. കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഈ മക്കൾ മദ്രസയിൽ പഠിക്കുന്നവരല്ലേ, അറിവ് പഠിച്ചവരല്ലേ, എന്തുകൊണ്ട് സാധുവായ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. സാധുവാരുടെ
അതിന്റെ 1 മണിക്കൂർ ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിലാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ആ മക്കളെ പഠിപ്പിക്കേണ്ടത്, നിസ്കാരത്തിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉമ്മമാരുടെ ബാധ്യതയാണ്. അതവ് പഠിപ്പിക്കേണ്ടത് അവരാണ്. അതല്ലാതെ 1-ാം ക്ലാസ്സിൽ തന്നെ അതവ് പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മക്കൾ ആദ്യം തന്നെ പഠിക്കൽ അലിഫിന്റെ അക്ഷരം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് തന്നെ അതം. പക്ഷേ പഠിച്ച കാര്യമുണ്ടോ? പഠിച്ച കാര്യമില്ല. അതവും ഉള്ള മക്കളാണ്. അതിന്റെ ഗൗരവമാണ്. ചിൽഡ്രൻസിലെ ഞങ്ങൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിന്റെ പോലെ സ്കൂളിലൊക്കെ ആചരിച്ചു, സന്തോഷിച്ചു അല്ലെ. പക്ഷെ എന്തായി? ആഘോഷിക്കാറില്ല. നമ്മളെ മക്കളെ നമ്മുടെ കൈയുടെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ചുറ്റുപാട് വന്നാൽ ആഗ്രഹിക്കേണ്ടി വരും. അല്ലാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ ഖുതുബയുടെ അവസാനം പറഞ്ഞു, നമ്മുടെ ഈ മക്കൾ ഈ രൂപത്തിൽ വിട്ടാലും ആ ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹുവിനെ വിളി നമ്മുടെ മക്കളും എന്ന് പറയും. എന്തറിയോ? ഖുർആനിലെ ആയത്താണ്, സൂറത്തുൽ ഫുസ്സിലത്താണ്. അല്ലാഹുവിനോട് പറയാം, റബ്ബനാ റബ്ബേ അരിനാ, ഞങ്ങൾക്ക് നീ കാണിച്ചതാ അല്ലദീന അമല്ലാന, ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണക്കാരൻ ഞങ്ങളല്ല പഠിച്ചോനെ, നമ്മുടെ ഉപ്പയാ നമുക്ക് വേണ്ട. ഞങ്ങൾ ചോദിക്കുന്ന പോലെയുള്ള ഡ്രസ് അവർ വാങ്ങി തന്നു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ജീവിതം നയിക്കാൻ അവസരം തന്നവർ. നമ്മുടെ സ്കൂളിൽ ഡാൻസും മറ്റും ഒക്കെ നടക്കുമ്പോ എനിക്ക് നീ ചേർന്നോ, എന്താ വേണ്ടത്, എല്ലാ കണ്ടീഷൻ അവർ ചെയ്ത് തന്നപ്പോ പഠിച്ചോനെ ഞങ്ങളിപ്പോ നരകക്കാരാണ്. അതിന്റെ കാരണം ഞങ്ങളല്ല, നമ്മുടെ ഉപ്പയുമാണ്. അതുകൊണ്ട് അവരൊന്നും കാണിച്ചതാണല്ലോ. എന്തിനാ അവർ പറയുന്നത്? നിന്റെ മുന്നിൽ അവരൊന്ന് കിടത്തിയിട്ട് അവരുടെ നെഞ്ഞിലേക്ക് ഞാനൊന്ന് ചവട്ടയോ പഠിച്ചോനെ. ആരെ പറയുന്നത്? നമ്മുടെ മക്കൾ. നിന്റെ മുന്നിൽ അവർ കിടത്തിയിട്ട് അവരുടെ നെഞ്ഞിലേക്കൊന്ന് ഞാൻ ചവട്ടിയിട്ട് നരകത്തിലേക്ക് പോകട്ടെയോ അല്ലോ. എന്നെ മോശക്കാരാക്കിയത് അവരാ, നരകക്കാരാവാൻ കാരണം അവരാണ് എന്നല്ലാന്റെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നാം വളർത്തിയ പഠിപ്പിച്ച ഉഷാറാക്കിയ മക്കൾ അല്ലാന്റെ മുന്നിൽ ആവശ്യപ്പെടും. ഇത് ഞാൻ പറഞ്ഞത് ഖുർആനിന്റെ പച്ചയായ ആയത്താണ്. അല്ലാഹു തആല ആ രൂപത്തിലുള്ള ചുറ്റുപാടിൽ നിന്നും അവസ്ഥയിൽ നിന്നും റബ്ബേ ഞങ്ങൾക്കും ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കണ്ണ് നീ കൊടുമയാക്കണേ അല്ലാഹ്. നമുക്ക് ഇസ്സത്ത് ഉണ്ടാക്കുന്ന, അഭിമാനം ഉണ്ടാക്കുന്ന നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി നമ്മുടെ മക്കളെ നീ വളർത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് അലൈഹി വസല്ലം. ആമീൻ.